ഹായ് ഹലോ എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ജൂൺ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ്, അതായത് ജൂൺ 24 തൊട്ട് ജൂൺ 30 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് മെക്സിക്കോ? അതായത് മെക്സിക്കോയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? മെക്സിക്കോയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ക്ലൗഡിയ ഷെയിൻബോം. 61 വയസ്സുകാരിയായിട്ടുള്ള ക്ലൗഡിയ ഷെയിൻബോം ആണ് മെക്സിക്കോയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്. നോബൽ സമ്മാനം ലഭിച്ച കാലാവസ്ഥ ശാസ്ത്രജ്ഞയാണ് ആര്? ക്ലൗഡിയ ഷെയിൻബോം. 61 വയസ്സാണ്. 2000 ഏകകക്ഷി ഭരണ സമ്പ്രദായം അവസാനിച്ച ശേഷമുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ 60% വോട്ടാണ് ക്ലൗഡിയ നേടിയത്. 6 വർഷമാണ് ഭരണകാലാവധി. ഒക്ടോബർ 1 സ്ഥാനമേൽക്കും. പ്രസിഡന്റ് സ്ഥാനമൊഴിയുന്ന ആന്ദ്രേസ് മാനുവൽ ലോപ്പസ് ഒബ്രദോറിന്റെ വിശ്വസ്തയാണ് ക്ലൗഡിയ. ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് മെക്സിക്കോ. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 90 ലക്ഷത്തിലേറെയാണ്. അതിലെ മേയറായി 2018 തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്ലൗഡിയ. ആ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ആര് തന്നെയായിരുന്നു? ക്ലൗഡിയ ഷെയിൻബോം തന്നെയായിരുന്നു. അപ്പോൾ ആദ്യ വനിതാ മേയറും, മെക്സിക്കോ സിറ്റിയുടെ ആദ്യ വനിതാ മേയറും അതുപോലെ തന്നെ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റും ആര് തന്നെയാണ്? ക്ലൗഡിയ ഷെയിൻബോം തന്നെയാണ്. നോബൽ സമ്മാന ജേതാവാണ് അല്ലെ. 1953 മാത്രമാണ് മെക്സിക്കോയിൽ വനിതകൾക്ക് വോട്ടവകാശം ലഭിച്ചത്. 71 വർഷങ്ങൾക്ക് ശേഷം ഒരു വനിത 12.9 കോടി ജനങ്ങളുടെ മെക്സിക്കോയുടെ പരമോന്നത പദവിയിലെത്തുമ്പോൾ എതിർ സ്ഥാനാർത്ഥി സോജിഡൽ ഗാൽവസും വനിതയായിരുന്നു. നാസി ഭീകരതയുടെ കാലത്ത് യൂറോപ്പിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കുടിയേറിയ ജൂത വംശജരാണ് ക്ലൗഡിയയുടെ മാതാവിന്റെ അച്ഛനും അമ്മയും. മെക്സിക്കോ സിറ്റി എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങളുടെ നാടായിട്ടാണ് കാണുന്നത്. അപ്പോൾ രാജ്യത്ത് പിടിമുറുക്കിയ സംഘടിത കുറ്റവാളി സംഘങ്ങളെ നേരിടുക എന്നതാണ് ക്ലൗഡിയ നേരിടുന്ന ആദ്യ വെല്ലുവിളി. നമ്മൾ പറഞ്ഞല്ലോ, കുറ്റകൃത്യങ്ങളുടെ നാടാണ് മെക്സിക്കോ. എന്താണ് കാരണം? ഈ നടന്ന പൊതു തെരഞ്ഞെടുപ്പിനിടെ 40 സ്ഥാനാർത്ഥികളാണ് അക്രമങ്ങളിൽ കൊല്ലപ്പെട്ടത്. ലഹരിമരുന്ന് സംഘങ്ങളും മാഫിയകളും അഴിഞ്ഞാടുന്ന മെക്സിക്കോയിൽ തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും നിത്യസംഭവങ്ങളാണ്. അയൽരാജ്യമായ അമേരിക്കയുമായുള്ള ബന്ധവും ക്ലൗഡിയയുടെ ശ്രദ്ധ ഉടൻ പതിയേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ്. ഇടതുപക്ഷ പാർട്ടിയായ മൊറീനിയുടെ ജനക്ഷേമ നയങ്ങൾ തുടരുന്നതിനൊപ്പം 1.5% GDP വളർച്ച മാത്രമുള്ള മെക്സിക്കൻ സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കേണ്ട മാർഗങ്ങൾ കണ്ടെത്തുകയും പ്രധാന ദൗത്യമാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ഹു ഈസ് ദ ന്യൂ ചീഫ് മിനിസ്റ്റർ ഓഫ് ഒഡീസ? ഒഡീഷയിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് മോഹൻ ചരൺ മാൽസി. ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രിയായി മോഹൻ ചരൺ ജൂൺ 12 അധികാരമേറ്റത്. ഒഡീഷയുടെ ചരിത്രത്തിലെ ആദ്യ BJP മുഖ്യമന്ത്രി കൂടിയാണ്. ഗോത്രവർഗ നേതാവ് കൂടിയായ മോഹൻ ചരൺ 147 അംഗ നിയമസഭയിൽ 78 സീറ്റ് നേടിയാണ് BJP ചരിത്രത്തിൽ ആദ്യമായി ഒഡീഷ ഭരണം പിടിച്ചത്. മുഖ്യമന്ത്രി പദത്തിലെ തിരിച്ചുവരവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി തെലുഗുദേശം പാർട്ടി നേതാവ് N. ചന്ദ്രബാബു നായിഡു ജൂൺ 12 അധികാരമേക്കും. ഇത് 4ാം തവണയാണ് നായിഡു ആന്ധ്ര മുഖ്യമന്ത്രിയാകുന്നത്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായ BJP നേതാവ് പേമ ഖണ്ഡു ജൂൺ 13 അധികാരമേറ്റത്. 3ാം തവണയാണ് അധികാരമേറ്റത്. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച സ്ഥാപക നേതാവ് കൂടിയായ പ്രേം സിംഗ് തമാങ് തുടർച്ചയായി 2ാം തവണയും മുഖ്യമന്ത്രിയായി ജൂൺ 10 അധികാരമേറ്റു. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: ഹു ബിക്കം ദ ഫസ്റ്റ് വുമൺ ഹെലികോപ്റ്റർ പൈലറ്റ് ഇൻ ഇന്ത്യൻ നേവി? അതായത് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം നേടിയതൊരു മലയാളിയാണ്. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് അനാമിക ബി രാജീവ്. അപ്പോൾ ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം നേടിയ മലയാളി ആരാണ്? സബ് ലഫ്റ്റനന്റ് അനാമിക ബി രാജീവാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട് ആരക്കോണം നാവിക എയർ സ്റ്റേഷനിൽ ജൂൺ 7 അനാമികയുടെ പാസിംഗ് ഔട്ട് പരേഡ്. കിഴക്കൻ നാവിക കമാൻഡ് മേധാവി വൈസ് അഡ്മിറൽ രാജേഷ് പെൻഡാർക്കർ ഗോൾഡൻ വിങ് സമ്മാനിച്ചു. കണ്ണൂർ സ്വദേശിനിയാണ് അനാമിക ബി രാജീവ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം: വാട്ട് ഈസ് ദ നെയിം ഓഫ് വേരിയസ് ഡ്രൈവ്സ് അണ്ടർടേക്കൻ ബൈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ടു എൻഷുർ ക്വാളിറ്റി ഓഫ് ഫുഡ് സച്ച് ആസ് ഫിഷ്, ഷവർമ, എക്സെട്ര? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്പറേഷൻ ലൈഫ്. ഓപ്പറേഷൻ ലൈഫ് ഈസ് അണ്ടർടേക്കൻ ബൈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ടു എൻഷുർ ക്വാളിറ്റി ഓഫ് ഫുഡ് സച്ച് ആസ് ഫിഷ്, ഷവർമ.
അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം. ദ ഇന്ത്യൻ റെയിൽവേ കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ട്രയൽ റൺ ഓൺ ദ വേൾഡ് highest railway bridge over which river? The Indian Railway completed the first trial run on the world highest railway bridge over which river? So the right answer is Chenab. Okay. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം. വെൻ ഈസ് ഇന്റർനാഷണൽ യോഗ ഡേ 2024 സെലിബ്രേറ്റഡ് എവറി ഇയർ? വെൻ ഈസ് ഇന്റർനാഷണൽ യോഗ ഡേ 2024 സെലിബ്രേറ്റഡ് എവറി ഇയർ? ദ റൈറ്റ് ആൻസർ ഈസ് ജൂൺ 21. അപ്പം ജൂൺ 21 ഇന്റർനാഷണൽ യോഗ ഡേ എന്ന് പറഞ്ഞു. അതിന്റെ തീം എന്താണ്? യോഗ ഫോർ വിമൺ എംപവർമെന്റ്. യോഗ ഫോർ വിമൺ എംപവർമെന്റ് ഇസ് ദ തീം ഓഫ് ഇന്റർനാഷണൽ യോഗ ഡേ 2024. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ക്രിക്കറ്റർ ടു ഫീച്ചർ ഇൻ വിസ്ഡം ക്രിക്കറ്റ് മാഗസീൻ ലിസ്റ്റ് ഓഫ് ഗ്രേറ്റ് പ്ലെയേഴ്സ്? അതായത് വിസ്ഡം ക്രിക്കറ്റ് മാസികയിലെ മികച്ച താരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഹർമൻപ്രീത് കൗർ. ന്യൂസിലൻഡ് പുരുഷ താരങ്ങളായ ടോം ബ്ലണ്ടൻ, ഡാരൽ മിച്ചർ, ഇംഗ്ലണ്ട് താരങ്ങളായ ബെൻ ഫോക്സ്, മാത്യു പോട്ട്സ് എന്നിവരാണ് പട്ടികയിലെ മറ്റുള്ളവർ. വിസ്ഡൻ ലീഗിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്യാപ്റ്റനായിട്ടുള്ള ബെൻ സ്റ്റോക്സിനാണ്. 2023 മികച്ച T20 ക്രിക്കറ്ററായി സൂര്യകുമാർ യാദവും പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിക്കറ്റ് നേടിയ താരം എന്ന റെക്കോർഡ് ജുലൻ ഗോസ്വാമിയുടെ പേരിലാണ്. ഇന്ത്യക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ച ആദ്യ മലയാളി വനിത ആരാണ്? മിന്നുമണിയാണ്. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം. ഹു ഈസ് ദ ഇന്ത്യൻ ഒറിജിൻ വിമൻ ഹു മെയ്ഡ് ദ തേർഡ് സ്പേസ് ഫ്ലൈറ്റ്? അതായത് 3-ാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത ആരാണ്? ഹു ഈസ് ദ ഇന്ത്യൻ ഒറിജിൻ വിമൻ ഹു മെയ്ഡ് ദ തേർഡ് സ്പേസ് ഫ്ലൈറ്റ്? ദ റൈറ്റ് ആൻസർ ഈസ് സുനിത വില്യംസ്. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകം ഏതാണ്? ബോയിങ് സ്റ്റാർ ലൈനർ. നമ്മൾ പറഞ്ഞു സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശത്ത് എത്തിച്ച പേടകത്തിന്റെ പേരെന്താണ്? ബോയിങ് സ്റ്റാർ ലൈനർ എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ആ സ്റ്റാർ ലൈനർ തകരാറ് മൂലം സുനിത വില്യംസ് ബഹിരാകാശത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രതിസന്ധി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർലൈൻ പേടകത്തിൽ 5 തവണ ഹീലിയം വാതക ചോർച്ച ഉടലെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 28 ട്രസ്റ്റുകളിൽ ചിലതിന് തകരാറുണ്ട്. സുരക്ഷിതമായി തിരികെ എത്താൻ കുറഞ്ഞത് 14 ത്രസ്റ്ററുകളെങ്കിലും വേണം. അപ്പോൾ 28 ത്രസ്റ്റുകൾ ചിലതിന് തകരാറുണ്ട്, 14 ത്രസ്റ്റുകളെങ്കിലും മിനിമം വേണം. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സ് കമ്പനിയുടെ ഡ്രാഗൺ പേടകം ഉപയോഗിച്ച് സുനിതയെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള സാധ്യതയും ആലോചിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ആവശ്യമില്ലെന്നാണ് നാസയുടെയും ബോയിങ്ങിന്റെയും നിലപാട്. രാജ്യാന്തര നിലയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി തിരികെ എത്തിച്ചിട്ടുള്ള കമ്പനിയാണ് സ്പേസ് എക്സ്. അതിന്റെ ഉടമസ്ഥൻ ആരാണ്? എലോൺ മസ്ക് ആണ് അല്ലെ. സുനിത വില്യംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ വംശജയാണ്. 1998 നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻപ് 2006 2012 ബഹിരാകാശത്ത് എത്തിപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ നേരം ബഹിരാകാശത്ത് നടന്ന രണ്ടാമത്തെ വനിതയെന്ന നേട്ടം കൈവരിച്ചിട്ടുണ്ട്. 50 മണിക്കൂർ 40 മിനിറ്റാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുള്ളത്. 50 മണിക്കൂർ 40 മിനിറ്റ്. 3 യാത്രകളിലായി 343 ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചിട്ടുണ്ട്. 2006 195 ദിവസം ബഹിരാകാശത്ത് താമസിച്ച വ്യക്തിയാണ് സുനിത വില്യംസ്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. വിച്ച് കൺട്രി വിൽ ഹോസ്റ്റ് ദ മൾട്ടിനാഷണൽ എയർ എക്സസൈസ് തരംഗ് ശക്തി 2024 ഇൻ ഓഗസ്റ്റ്? ഓഗസ്റ്റ് നടക്കാൻ പോകുന്ന തരംഗ് ശക്തി 2024 ഏത് രാജ്യത്താണ് നടക്കുന്നത്? ഏത് രാജ്യത്താണ്? നമ്മുടെ ഇന്ത്യയിലാണ്. ഓക്കെ, ഇന്ത്യയിലാണ് തരംഗ് ശക്തി 2024 നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, 10ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം. വിച്ച് ടീം വോൺ ദ ടൈറ്റിൽ ICC മെൻസ് T20 വേൾഡ് കപ്പ്? അല്ലെ, ഏത് ടീമാണ്? ഇന്ത്യയാണ് അല്ലെ. ഇന്ത്യ എത്ര തവണയാണ് നേടുന്നത്? 2ാമത്തെ പ്രാവശ്യമാണ്. 2020 ലോകകപ്പ് 2ാം വട്ടമാണ് ഇന്ത്യ നേടുന്നത്. ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ജേതാക്കളായത്. വിരാട് കോഹ്ലി, അക്ഷർ പട്ടേൽ എന്നിവരുടെ മികച്ച ഇന്നിംഗ്സും ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിൽ ബോളിംഗ് നിരയുടെ ഉജ്ജ്വല പ്രകടനവുമാണ് ഇന്ത്യക്ക് അവിസ്മരണീയ വിജയം സമ്മാനിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ ഹെയിൻഡിച്ച് ക്ലാസിന്റെ 27 പന്തിൽ 52 റൺസ് വെടിക്കെട്ട് ഇന്നിംഗ്സിലൂടെ ദക്ഷിണാഫ്രിക്ക പൊരുതിയെങ്കിലും നിർണായക സമയത്ത് വിക്കറ്റുകൾ വീഴ്ത്തി ഇന്ത്യൻ ബോളർമാർ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. അവസാന ഓവറിൽ ഡേവിഡ് മില്ലറെ പുറത്താക്കാൻ സൂര്യകുമാർ യാദവ് എടുത്ത ഉജ്ജ്വല ക്യാച്ചാണ് ഇന്ത്യൻ വിജയത്തിന് നിർണായകമായത്. കോഹ്ലിയാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. ടൂർണമെന്റിലാകെ 15 വിക്കറ്റ് നേടിയ ബുംറ പ്ലെയർ ഓഫ് ദ സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഹെയിൻഡിച്ച് ക്ലാസിന്റെ നേതൃത്വത്തിൽ ശക്തമായി തിരിച്ചടിച്ച് ദക്ഷിണാഫ്രിക്ക കളിയിൽ മുൻതൂക്കം നേടിയ സമയത്ത് ആദ്യം ഇന്ത്യയുടെ രക്ഷകനായി അവതരിച്ചത് ഹാർദിക് പാണ്ഡ്യയാണ്. 16ാം ഓവറിലെ ആദ്യ പന്തിൽ ഹാർദിക്കിന്റെ ഓഫ് സൈഡിന് പുറത്തു വന്ന പന്തിൽ
ബാറ്റ് വീശിയ ക്ലാസിന് പിഴച്ചു. ബാറ്റിലുരച്ച് പന്ത് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിന്റെ കയ്യിലായിരുന്നു. മൗനമായിരുന്ന ഗാലറിയിൽ വീണ്ടും ആരവങ്ങളായിരുന്നു തുടങ്ങി. അടുത്ത ഊഴം ബുംറയുടേതായിരുന്നു. 18-ാം ഓവറിൽ മാർക്കോ യാൻസിന്റെ ബാറ്റിനും പാഡിനും ഇടയിലൂടെ നൂർന്നു കയറിയ പന്ത് സ്റ്റംപ് ഇളക്കി. ഇന്ത്യക്കും വിജയത്തിനും ഇടയിൽ പിന്നെ തടസ്സമായി ഉണ്ടായിരുന്നത് ഡേവിഡ് മില്ലർ ആയിരുന്നു. ഹാർദിക്കിന്റെ അവസാന ഓവറിലെ ആദ്യ പന്ത് മില്ലർ ലോങ് ഓഫിലേക്ക് തൂക്കി. 6 എന്നുറപ്പിച്ച പന്ത് ബൗണ്ടറിനരികെ ഉയർന്നു ചാടി തട്ടിയിട്ട് നിലത്ത് വീഴും മുൻപേ സൂര്യ കയ്യിലൊതുക്കി. ഇന്ത്യയുടെ വിജയസൂര്യൻ തെളിഞ്ഞ നിമിഷമായിരുന്നു അത്. അങ്ങനെ 2020 ലോകകപ്പ് 2ാം വട്ടവും ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ കയ്യിലായി. ഓക്കെ, അപ്പം നമ്മൾ ജൂൺ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.